സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കൺവീനർ ശ്രീ RS ശശികുമാർ ചേരുന്നു. ശശികുമാർ സാർ, നിർണായക പരിഷ്കരണമാണ് UGCയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ചട്ടങ്ങൾ പരിഷ്കരിച്ചിരിക്കുന്നു. സർവകലാശാല വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള പൂർണ്ണ അധികാരം ചാൻസലറായ ഗവർണറിൽ നിക്ഷിപ്തമായിരിക്കുന്നു. വലിയൊരു മാറ്റമല്ലേ ഇത്? അല്ല, നേരത്തെ ഇതിനെ നമ്മളെ സർവകലാശാലകളുടെ വൈസ് ചാൻസലറുടെ നിയമനം ഗവർണറിൽ തന്നെ ആയിരുന്നു നിക്ഷിപ്തമായിരുന്നത്. പക്ഷേ കഴിഞ്ഞ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ്, പ്രത്യേകിച്ച് പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷം 2018 ശേഷം നടത്തിയ വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങൾ പൂർണ്ണമായും രാഷ്ട്രീയ അടിസ്ഥാനത്തിലാകുകയും അതേക്കുറിച്ച് വ്യാപകമായ പരാതി വന്നപ്പോൾ നമ്മുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഗവർണർ ചില ശക്തമായ നടപടി, നമ്മുടെ മുൻ ഗവർണർ ആരിഫ് ജി നടപടി എടുത്തപ്പോഴാണ് ഗവൺമെന്റുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നത്. അവർ യൂണിവേഴ്സിറ്റി നിയമം തന്നെ മാറ്റാനായിട്ട് തീരുമാനിച്ചു. നിയമസഭയിൽ വെച്ച് സെർച്ച് കമ്മിറ്റിയുടെ ഘടന മാറ്റിയെങ്കിലും ഗവർണർ നിലവിലുള്ള നിയമം അനുസരിച്ച് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ ആ സെർച്ച് കമ്മിറ്റികളെ കോടതിയിൽ സ്റ്റേ ചെയ്യിക്കുകയും അതോടൊപ്പം തന്നെ സമാന്തരമായി ഗവൺമെന്റ് സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കുകയും ചെയ്തു. അത് ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ആരിഫ് ജി കേന്ദ്ര സർക്കാരിലേക്ക് കത്തെഴുതി. കാരണം നിയമന അധികാരി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഗവർണറാണ് അപ്പോയിന്റിംഗ് അതോറിറ്റി. അപ്പൊ അപ്പോയിന്റിംഗ് അതോറിറ്റിയാണ് സെലക്ഷൻ നടത്തേണ്ടത്. പക്ഷേ ഈ 2018 UGC റെഗുലേഷനില് കോൺസ്റ്റിറ്റ്യൂഷൻ ആര് നടത്തണമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. ആ നിയമത്തിലെ ആ പഴുത് പിടിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് ഇതിനെതിരായിട്ടുള്ള സമാന്തരമായ കമ്മിറ്റി രൂപീകരിച്ചത്. അപ്പൊ ഇപ്പോഴേ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇങ്ങനെ ഒരു പുതിയ നിയമം കൊണ്ടുവന്നതോടുകൂടി തന്നെ ആ നിയമത്തിൽ വ്യക്തത വരുത്തി കഴിഞ്ഞു. ഗവർണറാണ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അതിൽ 2010 റെഗുലേഷനിൽ ഉള്ളതുപോലെ ചാൻസലറുടെ നോമിനിയും UGCയുടെ നോമിനിയും അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റിയുടെ നോമിനിയും ഉണ്ടാവും തീരുമാനം വന്നു. പക്ഷെ ഒരു കാര്യം കൂടി വ്യക്തമായിട്ട് പറയാതിരിക്കാൻ നോക്കില്ല. കേരള സർക്കാർ ഈ തികച്ചും രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ വൈസ് ചാൻസലർമാരെ നിയമിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഗവർണറുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. അപ്പൊ ഇപ്പോഴും ചിലർക്ക് ഭാഗങ്ങളിൽ ഒരു ആശങ്ക ഉണ്ടായിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ ഗവർണറുടെ നിയന്ത്രണത്തിലാവും വൈസ് ചാൻസലർമാർ നിയമിക്കപ്പെടുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ സമ്മർദ്ദങ്ങൾ മറ്റോ ഗവർണറിലുണ്ടായാൽ ആ നിയമനവും പൊളിറ്റിക്കൽ ആവുമോ എന്നൊരു ആശങ്ക ഉണ്ട്. തീർച്ചയായിട്ടും അത് ഉണ്ടാകാൻ പാടില്ല. വൈസ് ചാൻസലർമാരുടെ നിയമനം പൂർണ്ണമായും അക്കാഡമിക് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു മെച്ചം ഉണ്ടാവുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വൈസ് ചാൻസലർമാർ പ്യുവർ അക്കാഡമിക് ആവണമെന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിനകത്ത് മറ്റൊരു ആക്ഷേപം പുറത്തു വരുന്നത് വൈസ് ചാൻസലർമാര് 10 വർഷം സർവീസുള്ള പ്രൊഫസർമാരായിരിക്കണം എന്നാണ് നമ്മുടെ നിയമം, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരായിരിക്കണം. അപ്പൊ ദേ ആർ അക്കാഡമിഷ്യൻസ്. പക്ഷെ ഇപ്പൊ അതിനെല്ലാം വ്യത്യസ്തമായി ഇൻഡസ്ട്രിയലിസ്റ്റ്, പബ്ലിക് അണ്ടർടേക്കിങ്സിലുള്ള എക്സിക്യൂട്ടീവ്സിനെയും വൈസ് ചാൻസലർ ആക്കാമെന്നൊരു നിയമം വന്നത് എത്രത്തോളം ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് ഗുണകരമാകുന്ന ഒരു ആശങ്കയുണ്ട്. കാരണം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ വേണമെങ്കിൽ ബെവറേജ് കോർപ്പറേഷന്റെ ചെയർമാനോ ഡയറക്ടർക്കോ അല്ലെങ്കിൽ നമ്മുടെ ലോട്ടറീസിന്റെ ഡയറക്ടർക്കോ ഇല്ലെങ്കിൽ മറ്റു ചില പബ്ലിക് അണ്ടർടേക്കിംഗ് സ്ഥാപനങ്ങളുടെ ചെയർമാൻമാർ വരുമ്പോൾ അവർ അക്കാഡമിക്കായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. സർവകലാശാല ടീച്ചിങ് പ്രൊഫഷനിലുള്ള അക്കാഡമിഷ്യൻസ്, പ്രൊഫസേഴ്സ് തന്നെ വൈസ് ചാൻസലർ ആവണം. അങ്ങനെ അതുണ്ട്. അതിനോടൊപ്പം തന്നെ എന്ന് പറയുമ്പോഴത്തേക്കും ഏതെങ്കിലും സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തും ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ചില IAS ഉദ്യോഗസ്ഥന്മാര്, ഏതെങ്കിലും പബ്ലിക് അണ്ടർടേക്കിംഗ് ഇരിക്കുന്ന IASകാര് വൈസ് ചാൻസലർമാരായിട്ട് വന്നാൽ അത് ഒരിക്കലും ഉന്നത വിദ്യാഭ്യാസത്തിന് ഗുണകരമാവില്ല എന്നൊരു അഭിപ്രായം കൂടി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിക്കുണ്ട്. ഈ ആശങ്കകൾ ഞങ്ങൾ കേന്ദ്ര സർക്കാരിനെയും UGC അറിയിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ RS ശശികുമാർ പ്രതികരിച്ചതിന്.